എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ ടൗണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറി പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന അതിമനോഹരമായ പുതുപുത്തൻ വീടാണ്. 11.5 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 2450 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. ഒറ്റ നിലയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീടിന് 4 വലിയ ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ 2 ഹാളുകൾ, കിച്ചൺ, വർക്ക് ഏരിയ, കൂടാതെ 2 കാറുകൾ ഒരേ സമയം പാർക്കാൻ പറ്റാവുന്ന വലിയൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗം മുഴുവൻ സെറാമിക് ഓടുകൊണ്ട് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. വീടിന്റെ 2 സൈഡും ടാർ റോഡാണ്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കില്ലാത്ത മനോഹരമായ ഒരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വന്നിട്ടുള്ളത്. കിണർ വെള്ളമാണ് നമുക്കിവിടെ ഉള്ളത്. നല്ലൊരു പോഷ് ഏരിയയാണ്. ടൗണിൽ നിന്ന് അല്പം മാത്രം ഒതുങ്ങി. പാലാ ടൗണിൽ നിന്ന് കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ തൊടുപുഴ ഹൈവേയിലെ പൈപ്പാർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. പൈപ്പാർ ജംഗ്ഷനിൽ കടകളെല്ലാമുള്ള നല്ലൊരു ഏരിയയാണ്. വീടിന്റെ മുൻഭാഗത്ത് കൂടിയും ടാർ റോഡ് കടന്നു പോകുന്നു. അതിന്റെ ടാറിംഗ് കൂടി പൂർത്തിയാകാനുള്ളൂ. അപ്പം നമുക്ക് വീടിന്റെ മുറ്റത്തേക്ക് കിടക്കാം. നല്ല വിശാലമായൊരു മുറ്റമാണുള്ളത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു. ഇതിന് മുകളിൽ ഗ്രാസ് കൂടി കൊടുക്കാനുണ്ട്. സൈഡുകളെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണ്. മുകൾ ഭാഗത്ത് പാത്തി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുറ്റത്തിന്റെ ഒരു വിശാലത. ഒരു 5-6 കാറുകളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ്. നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. അതുപോലെ തന്നെ സിറ്റൗട്ടിന്റെ വോളും പില്ലറുകളുമെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് വർക്കുകൾ, സ്റ്റോൺ ക്ലാഡിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല വുഡൻ ഡിസൈനുകൾ, LED ലൈറ്റുകൾ എല്ലാം ചെയ്തിരിക്കുന്നു. 2450 സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വീട് 11.5 സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു മനോഹരമായ വീട് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഇതാണ് നമ്മുടെ സിറ്റൌട്ടിന്റെ ഒരു വിശാലത. നല്ല വിശാലമായ സിറ്റൌട്ട് മുഴുവൻ ഗ്രാനൈറ്റ് ഒക്കെ പാകിയിരിക്കുന്നു. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ഈ വീടിന്റെ ജനലുകളും കഥകളും മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ മുന്നിൽ കൂടിയും സൈഡിൽ കൂടിയും ടാർ റോഡ് കടന്നു പോകുന്നു. നല്ല വീതിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് മുറ്റത്തേക്ക് കിടക്കാനായി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലൊക്കെ നല്ല പുൽത്തകടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. ഭിത്തികൾ മുഴുവൻ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നല്ല ബീഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട്, ഓരോ ഭാഗവും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. പാലായിലെ മെയിൻ CBSE സ്കൂളായ ചാവറ CMA സ്കൂളിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പ്രവിത്താനം ടൗണിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ എല്ലാം നമുക്ക് വളരെ അടുത്താണുള്ളത്. പാലായിലേക്ക് കാർമൽ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ 2 കിലോമീറ്റർ താഴെ മാത്രം ദൂരം. പ്രവിത്താനത്ത് മാർസ് കാവുകാട്ട് മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററും. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ഏരിയ. സ്കൂളുകളും കോളേജുകളുമൊക്കെ, സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് വീടിന്റെ തൊട്ടടുത്തുകൂടി തന്നെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ടെറസ്. മുഴുവൻ സെറാമിക് ഓട് കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഓട്. കണ്ടറിയാൻ നല്ല ക്വാളിറ്റി ഓടാണ് കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് ഒരു പർഗോള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു. വീടിനകത്തേക്ക് ചൂടൊന്നും അധികം വരാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ റൂഫ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വിരിച്ചിടാനോ അതല്ലെങ്കിൽ നമുക്കൊരു വലിയ ഫംഗ്ഷൻ, 10-100 പേരുടെ ഫംഗ്ഷനൊക്കെ വെക്കണമെങ്കിൽ നമുക്കുള്ള സൗകര്യം ഇവിടെയുണ്ട്. വീണ്ടും നമ്മൾ താഴേക്ക് വരുമ്പോൾ വീടിന്റെ പുറവശമാണിത്. വീടിന്റെ പുറവശത്തെല്ലാം ചരല് പാകിയിരിക്കുന്നു. കിണർ വന്നിരിക്കുന്നത് ഈ ഒരു കോർണറിലാണ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. അതും നല്ല കെട്ടി ഒതുക്കിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് നെറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അലക്കുകല്ലും അതോടൊപ്പം ടാപ്പും ഒക്കെ ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല അയൽവക്കങ്ങളുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കമൊന്നും ഒരു കാലത്തും പേടിക്കേണ്ടാത്ത നല്ലൊരു പ്രദേശമാണ്. ശാന്തമായി താമസിക്കാൻ, എന്നാൽ ടൗണിന്റെ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സ്ഥലമാണിത്.
നമ്മൾ കോമ്പൗണ്ട് എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞു. ഇനി വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല തലക്കെട്ടൊക്കെ ഡിസൈൻ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കടന്നു വരുന്നത് നല്ല വിശാലമായൊരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫ്ലോറൊക്കെ കണ്ടറിയാൻ വലിയ ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. മൊത്തം എപ്പോക്സി ചെയ്തിട്ടുണ്ട്. നല്ലൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഫാനുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യുന്ന BLDC ഫാനുകളാണ്. നല്ല ഫാൻസി ലൈറ്റുകളും LED ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളുകളാണ് വീടിന്റെ മറ്റൊരു പ്രത്യേകത. വലിയ ജനലുകൾ, അതുപോലെ തന്നെ നല്ല വലിയ മുറികൾ. ഇതാണ് നമ്മുടെ ഒരു പാർട്ടീഷൻ. നല്ല ഭംഗിയായിട്ട് പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നു. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. നമ്മുടെ ഫാമിലി ലിവിംഗ് ഏരിയയും TV യൂണിറ്റും ഡൈനിങ് ഏരിയയൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഒരു ഭിത്തിയുടെ സൈഡ് മുഴുവൻ കവർ ചെയ്ത് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രെയർ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫാൻസി ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ലക്ഷറി ഫീലിംഗ് ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരം നീല കളറൊന്നും ഇല്ല കേട്ടോ, വീടിനകത്ത് കൂടുതൽ തോന്നിക്കുന്നതാണ്. നല്ല ഭംഗിയായിട്ട് പ്രെയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. ഏത് മത്സരക്കും അവരുടേതായ രൂപങ്ങളോ പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റ് വന്നിട്ടുണ്ട്. അതും നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. ഒരു ഭിത്തി മുഴുവൻ കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പർഗോള വന്നിരിക്കുന്നത് അതിന്റെ മുകൾ ഭാഗത്താണ്. ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയായിട്ട് തന്നെ ഒതുക്കി ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഇന്റീരിയർ വർക്കുകളാണ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ, അതിന് അടിവശത്തുള്ള കബോർഡുകൾ, 3 ഫേസ് വയറിംഗ് ആണ് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് വയറിംഗിനും പ്ലംബിങ്ങിനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. നല്ല വലിയ കിച്ചണാണ്. ധാരാളം കബോർഡുകളുണ്ട്. മുഴുവൻ തേക്കിൻ തടിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ വർക്ക് ഏരിയ കൂടിയുണ്ട്. പുകയില്ലാത്ത അടുപ്പ് വേണ്ടവർക്ക് അതും ചെയ്തിട്ടുണ്ട്. പുറത്തേക്കുള്ള വാതിൽ വർക്ക് ഏരിയയിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നു. ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വോളിലൊക്കെ നല്ല വോൾ ടൈൽസ് ഒട്ടിച്ച് കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ എല്ലാം നല്ല കബോർഡ് വർക്കുകൾ, മുകളിൽ വശത്തുള്ള LED സ്റ്റെപ്പുകളും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടാണ് കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് മുകൾ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നു. ഇലക്ട്രിക് ഹുഡും ഹോബും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വോൾട്ടൈലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലോൺ സൗകര്യം വേണ്ടവർക്ക് അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഏത് ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ സിബിൽ സ്കോറുകളും സാലറി സർട്ടിഫിക്കറ്റും ഒക്കെ കറണ്ട് ആയിരുന്നാൽ മതി. പഴയ ഡ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ കാര്യം കൂടി ഓർക്കുക. സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ള മറ്റൊരു കാര്യം. പാലാ ടൗണിന്റെ അടുത്ത് ഏറ്റവും മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണിത്. ഇനി നമുക്ക് കിച്ചണെല്ലാം കണ്ടു കഴിഞ്ഞു. ബെഡ്റൂമുകളിലേക്ക് കൂടി പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിന്റെ ഒരു വിശാലത. നല്ല വലിയ ഒരു ഹാളാണ്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട്. ഡോറുകളൊക്കെ തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ബെഡ്റൂമുകളെല്ലാം കഥകളെല്ലാം തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം. ഫ്ലോറിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന വലിയ ടൈലാണ്. വലിയ ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളിലും AC-യുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയ 4 പാളിയുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസുകളൊക്കെ ടഫൻഡ് ആണ്. ഡ്രസ്സിംഗ് ഏരിയയിൽ ഭംഗിയായിട്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂമിന്റെ ഡോറുകൾ മാത്രമാണ് ഇനി പിടിപ്പിക്കാനുള്ളൂ. അത് ഉടനെ തന്നെ ചെയ്യുന്നതാണ്.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും വലിയ വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട്. പാലാ ടൗണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരത്തിൽ ഹൈവേയിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാം. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ജാഗ്വാറിന്റെ ഒക്കെയാണ് ടാപ്പുകൾ വന്നിരിക്കുന്നത്. ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ബ്രാൻഡ് ന്യൂ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. 90% വരെ നമുക്ക് ലോൺ ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. നിങ്ങളുടെ സിബിൽ സ്കോറും പേപ്പറുകളും എല്ലാം ശരിയായിരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബാക്കി തുടർന്ന് കാണാം.